തീർച്ചയായും ആലപ്പുഴ ജില്ല 9 അസംബ്ലി സീറ്റുകൾ ബഹുഭൂരിപക്ഷം UDF-നോടൊപ്പമായിരിക്കും എന്ന് പറഞ്ഞാൽ 5-ൽ കുറയാത്ത ഉറപ്പായ വിജയം. അത് +1 6ആകാൻ ഏറെ സാധ്യത. അതിനപ്പുറം പോകുന്നത് ഒരു സാഹചര്യം ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിയ തെരഞ്ഞെടുപ്പാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ മുന്നേറ്റത്തിലേക്ക് പോകും. ഫലത്തിൽ 9 അസംബ്ലി സീറ്റുകളിലും ജയസാധ്യത അങ്ങനെയാണ് കാണുന്നുണ്ട്. 1977-ൽ ആലപ്പുഴ ജില്ലയിലെ 14 അസംബ്ലി നിയോജകമണ്ഡലങ്ങളിൽ 14-ലും വിജയിച്ചൊരു ചരിത്രം ആലപ്പുഴയ്ക്കുണ്ട്. അതിന് സമാനമായ അവസ്ഥ ഇക്കുറി ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വളരെ കൂടുതൽ കാര്യങ്ങൾ ആ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വോട്ടർമാരെ ബോധ്യപ്പെടുത്തേണ്ട ഓരോ കാര്യത്തിലും ഗൗരവത്തോടു കൂടി മുന്നോട്ട് പോകാനും സ്ഥാനാർത്ഥികളുടെ മനസ്സ് സംബന്ധിച്ച് വോട്ടർമാരുടെ മനസ്സിൽ വലിയ മുന്നേറ്റമുണ്ടാകുന്ന ഒരു സന്ദർഭം കൂടി ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, അരൂർ, അമ്പലപ്പുഴ, ആലപ്പുഴ, ഹരിപ്പാട്, കുട്ടനാട് പ്ലസ് കായംകുളം, ചിലപ്പോൾ ചേർത്തല, ഇങ്ങനെ വരാൻ സാഹചര്യം ഏറെയാണ്. അതുകൊണ്ട് 9-ൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ പറയുന്ന 6 മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിയും. ചിലപ്പോൾ അത് 7ആയി മാറും. എന്തായാലും 9ലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇക്കുറി വ്യക്തമാക്കാനുള്ളത്. കഴിഞ്ഞ 25 വർഷക്കാലമായി ആലപ്പുഴ നിയമസഭാ മണ്ഡലം UDF-ന് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് മാറ്റമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷക്കാലം നഷ്ടപ്പെട്ടു പോയ ഈ മണ്ഡലം ഇക്കുറി ഉറപ്പായി UDF സ്ഥാനാർത്ഥി ജയിക്കും. ശ്രീ AD തോമസിന് ഒരു സംശയവും വേണ്ട, 5000-ൽ കുറയാത്ത ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ ശ്രീ AD തോമസിനുണ്ടാകും. പഞ്ചായത്തുകളിൽ മുന്നേറ്റമുണ്ടാകും, നഗരസഭാ മേഖലകളിലും മുന്നേറ്റം.